ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊള്ളിക്കലാണ്. തൃശ്ശൂരിൻ്റെ ഒരു സ്പെഷ്യൽ കറിയാണ്. ഞങ്ങളുടെ പറമ്പിലെ വെച്ച് പിടിപ്പിച്ച കൊള്ളിയാണ് ഞങ്ങളിപ്പോൾ പറിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കൊള്ളി ഞങ്ങൾ തൊലി കളയണം. ബെസ്റ്റ് കൊള്ളിയാട്ടോ, പറമ്പിലുണ്ടായ കൊള്ളിയാ, സൂപ്പർ കൊള്ളിയാ. അങ്ങനെ കൊള്ളി കഴുകി ക്ലിയറാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാനൊക്കെ പുറത്തേക്ക് കളയും കേട്ടോ. കൊള്ളി നുറുക്കി ചെറിയ പീസുകളാക്കി നുറുക്കി കഴിഞ്ഞ് ഇത് ഒന്നുകൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയ കൊള്ളി ഒന്നുകൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് ഒരു പാത്രത്തിലേക്ക് ആക്കി വയ്ക്കുക. നമ്മൾ ചിക്കൻ ചെറിയ പീസുകളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പാകം ചെയ്യാൻ പോകുന്നത് ചിക്കൻ കൊള്ളിക്കറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. പിഴിഞ്ഞ് മറ്റൊരു പാത്രത്തിലാക്കാം. അപ്പോൾ ചിക്കൻ കഴുകിയെടുത്തു, കൊള്ളി കഴുകിയെടുത്തു. ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങൾ പച്ചമുളക് എടുത്ത് നീളനെ സാധാരണ അരിയണ പോലെ തന്നെ നീളനെ അരിയും.
പഴുത്ത പച്ചമുളക് നമ്മൾ ഇതിനെടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ പീസാക്കി വെച്ച്, അതുപോലെ തന്നെ ഇത് വെളുത്തുള്ളി, എടുത്ത് അത് അതിൻ്റെ തൊലി കളയാൻ. വെളുത്തുള്ളി നുറുക്കി കഴിഞ്ഞു. വെളുത്തുള്ളി ഇത്തിരി നന്നായി ഇട്ടാലും കുഴപ്പം, നമ്മുടെ വയറിന് അങ്ങനെ വല്ല പ്രശ്നമില്ല, നല്ലതാണ്. വെളുത്തുള്ളി നല്ലതാണ്. ഇത്തിരി കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നമ്മളെന്തൊരു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും നല്ല ദഹനമൊക്കെ ഉണ്ടാകുന്ന സാധനമാണ് വെളുത്തുള്ളി. അത് ഇഞ്ചി ഇതുപോലെ തന്നെ നന്നായി ചേർന്നിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനൊക്കെ നന്നായി ദഹനം ഉണ്ടാക്കുന്ന സാധനമാണ് ഇഞ്ചി. അതിങ്ങനെ ഭക്ഷണമാക്കിയിട്ട് അതുപോലെ പച്ചമുളക് കഴിഞ്ഞപ്പോൾ നീളത്തിൽ ചെറിയ ചെറിയ പീസുകളാണ്. ഇഞ്ചി ഇതാ കഷ്ണത്തിൽ ഇത്ര വലുപ്പത്തിൽ. ഇനി ഒരു 6 സവാള ഈ കറിയിലേക്ക് സാധാരണ ചെയ്യണ പോലെ തന്നെ അരിയാം. ആറ് സവാള അരിഞ്ഞു വെച്ചത് ഒരു പാത്രത്തിലേക്ക് ആകണം. അങ്ങനെ ഒരു 5 തക്കാളി അതുപോലെ ചെറിയ പീസുകളാക്കി. നേരത്തെ പീസാക്കി മുറുക്കി കഴിഞ്ഞു. തക്കാളി സവാളയൊക്കെ ഇത്തിരി അധികം ഉണ്ടായിട്ട് കുഴപ്പമില്ല, നല്ല ഗ്രേവി കിട്ടാൻ നല്ലതാണ്. കറി വയ്ക്കാനായിട്ട് തീ കത്തിയാണ്. ഉരുളി നിങ്ങളുടെ എടുത്ത് വയ്ക്കാം. ഉരുളി ചൂടായിട്ട് കേട്ടോ. ഇനി വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ സവാള നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ അരിഞ്ഞ ആ തക്കാളി ഇടാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ സവാള ഇട്ടു, തക്കാളി ഇപ്പോൾ ഒരു വിധമായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളക്, ഇഞ്ചി,
വെളുത്തുള്ളി നന്നായിട്ടുണ്ട്, വേപ്പിലെല്ലാം എത്ര നല്ലതാണ്, ഇതൊക്കെ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളത് കുറച്ച് എണ്ണം കൂടി ഇടുക്കി ചേർക്കാം. അപ്പോൾ ഇതിലിപ്പോൾ ചേർത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി നന്നായിട്ട് വാട്ടി കൊണ്ടിരിക്കും. ഇത് വല്ലാണ്ട് ഇങ്ങനെ ബ്ലാക്ക് ആകുമ്പോൾ ബ്ലാക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വയ്ക്കുന്ന കറി ചെറിയൊരു കനപ്പെരുപ്പം തരും. നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്ത് നമ്മൾ അവിടെ ഇട്ടിട്ട് പോകും. അപ്പോൾ പിന്നെ അത് ലാസ്റ്റ് സവാളൊക്കെ വെറുതെ ഇങ്ങനെ ലാസ്റ്റ് അതിൻ്റെ അടി പിടിക്കും. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ എപ്പോഴും അതിൻ്റെ ഇരുത്തിരിക്കും. അവിടെ ഇട്ട് വേറെ പണിക്കൊന്നും പോകാൻ പാടില്ല. നന്നായി വാട്ടി കൊടുക്കണം. അപ്പോൾ ഏകദേശം ഇതേപോലെ തന്നെ വാടി ഇനി തോന്നുന്നുണ്ട് കേട്ടോ. ഇത്ര കണ്ടു. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ മല്ലിപ്പൊടി ഇടണം. മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഇടണം. ചിക്കൻ പൊള്ളിയിലേക്കുള്ള മസാല റെഡി ഉണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം. എന്നിട്ട് കറി വെച്ച് കഴിയുമ്പോൾ നോക്കിയിട്ട് ഉണ്ടാവുന്നിട്ടാൽ മതി. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം മസാലയിൽ. ഇത് തിളപ്പിച്ച വെള്ളമാണ്. അപ്പോൾ ഈ മസാലയിലേക്ക് നമ്മൾ ഒഴുകിയിരിക്കും. എന്നിട്ട് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിക്കുക. അങ്ങനെ എല്ലാം കൂടി ഇത് മിക്സ് ആയിട്ട് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചത് ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഈ കോഴി ചിക്കൻ പീസ് ഇതിലേക്ക് പറക്കിയിടാം. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി അതിൻ്റെ മുകളിൽ ഒന്ന് വിതറി കൊടുക്കുക. ഒന്നുകൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ കൊള്ളി പറിച്ച പറമ്പിൽ തന്നെ നമ്മളൊരു വാഴ മുറിക്കാൻ പോകണം കേട്ടോ. ഒരു 4 ഇല ഞാൻ മുറിക്കാൻ പോകണം. അത് മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ പറമ്പിൽ നിന്ന് വെട്ടിയ 4 ഇല മുറിച്ച് നമ്മൾ ഇതിൻ്റെ മുകളിലൊന്ന് മൂടിയിടാം. ചട്ടകം ഇതിൻ്റെ മുകളിലൊന്ന് വയ്ക്കുക. അപ്പോൾ നമ്മൾ കൊള്ളി നമ്മൾ പറമ്പിൽ തൊട്ട് കൊള്ളി നമ്മൾ സെപ്പറേറ്റ് കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ട്. ആ വേവിച്ച കൊള്ളി കുക്കറിൽ നമ്മൾ തുറക്കാൻ പോകണം. തുറന്ന് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ
ചട്ടകൾ മാറ്റി നമ്മൾ നാക്കാലെടുത്ത് മാറ്റി വെച്ച് ഈ കൊള്ളി അതിലേക്കിടാം. സൂപ്പർ കൊള്ളി കേട്ടോ, അടിപൊളി കൊള്ളിയാണ്. നമ്മുടെ ഗ്രേവി സൂപ്പറായി. എന്നിട്ട് നമ്മൾ ഒന്ന് നന്നായി നിറക്കി കൊടുക്കാം. സൂപ്പർ കട്ടി ഗ്രേവിയാണ് കേട്ടോ. നമുക്ക് ഇതിലെന്ത് വേണമെങ്കിൽ നമുക്ക് ചോറായാലും ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും എന്ത് വേണമെങ്കിലും ഇതിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം. ഇപ്പോൾ ഇതൊന്നും കൂടെ ഇട്ടിട്ടുണ്ട്, ഒന്ന് തറയ്ക്കാം. ഇനിയിപ്പോൾ എല്ലാം വെച്ച് മൂടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ട് കൊള്ളിയും ഒക്കെ ഇട്ട് ചിക്കൻ കൊള്ളി പോലെ ഉണ്ട്. നമ്മളിനി അതിലേക്ക് നമ്മൾ മസാല ഇടണം. സാധാരണ നമ്മുടെ മസാല പട്ട കറിയാമ്പൂ തക്കോല അങ്ങനെയുള്ള മസാല ജീരകം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പൊടിച്ചിട്ട് നമ്മൾ സാധാരണ വീടുകളിൽ ചെയ്യുന്ന പോലെ തന്നെ പട്ട കറിയാമ്പൂ അങ്ങനെ മിക്സിയിലിട്ട് പൊടിച്ച്, അതായത് നമ്മളൊന്ന് ചൂടാക്കിയിട്ടാണ് നമ്മളിത് പൊടിച്ചിട്ടുള്ളത്, അല്ലാണ്ട് വെറുതെ പൊടിപ്പിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അല്ലാതെ. അപ്പോൾ അത് ഞാനതിലേക്ക് ഈ മസാല അതിലേക്ക് ഇടാൻ പോവുകയാണ്. ഒരു 3 ടീസ്പൂൺ മസാല, 3 ചെറിയ ടീസ്പൂൺ മസാല അതിട്ട് കഴിഞ്ഞ് നമ്മളൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നല്ല മണമായിരിക്കും, പുറത്തിലേക്ക് നല്ല മണമായിരിക്കുന്നുണ്ട്. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്ത് ഒന്നും കൂടി അതൊന്ന് ഇതാക്കി വയ്ക്കുക. നമ്മുടെ വീട്ടിലൂടെ നല്ല അടിപൊളി കറിവേപ്പില, നല്ല മണമുള്ള കറിവേപ്പില ഞാൻ ഇങ്ങനെ മുഴുവനാട് ഇടാൻ പോകുന്നത്. മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്നാലും നമ്മളൊരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഇടാം. ഇതിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ നാക്കലെടുത്തിട്ട് അതുപോലെ തന്നെ ഒന്ന് മൂടി വയ്ക്കുക. ചട്ടവന്ന് അതിൻ്റെ മുകളിൽ വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ആ വേപ്പിലൊന്ന് വാടും. അപ്പം എന്നിട്ട് നമുക്ക് തുറന്നോ. അപ്പം നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇതിപ്പോൾ ആ വേപ്പിൻ്റെ ഇല ഇത്തിരി ബ്ലാക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ ചിക്കൻ കൊള്ളി കറി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ല സൂപ്പർ ഗ്രേവിയാണ് കേട്ടോ, അടിപൊളി സാധനം. പൊറോട്ട കഴിക്കാം, വെള്ളാപ്പം കഴിക്കാം, ബ്രെഡ് കഴിക്കാം, അതുപോലത്തെ സൂപ്പർ സാധനം. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അയക്കുക. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.